ഇന്ത്യയുടെ ഭരണ സംവിധാനം ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രീതിയാണ് ഫെഡറൽ രീതി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവനവൻ്റെ ഫിസ്ക്കൽ റൈറ്റ്സ്, കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനയിൽ തന്നെ വ്യക്തമായ അഭിപ്രായങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടാകും. അതനുസരിച്ച് വേണം ഓരോ രാജ്യത്തെയും ഫെഡറൽ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയിലെ ഈ ഫെഡറൽ സംവിധാനത്തിൽ ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ആ ഫിനാൻസ് കമ്മീഷൻ കേന്ദ്രത്തോടും സംസ്ഥാനങ്ങളോടും സംവദിച്ച് എന്തൊക്കെ തരത്തിലാണ് ഫിസ്ക്കൽ ട്രാൻസ്ഫർ, അതായത് കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതികൾ, അതിൻ്റെ സമാഹരണം എങ്ങനെയായിരിക്കണം, അതിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിഹിതം കൈമാറേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റുകളോടും ഒറ്റയ്ക്കും വേറിട്ടും ഒന്നിച്ചും അഭിപ്രായങ്ങൾ തേടി ആ അഭിപ്രായങ്ങളുടെ സമന്വയത്തിൻ്റെ രീതിയിലായിരിക്കും ഫിനാൻസ് കമ്മീഷൻ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ ആദ്യമൊക്കെ 29% പ്രത്യക്ഷ നികുതി കേന്ദ്രം സമാഹരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പരോക്ഷ നികുതികളും സംസ്ഥാന ഗവൺമെൻറ്റുകൾ സമാഹരിക്കുന്നു, പ്രത്യക്ഷ നികുതികൾ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിക്കുന്നു. അതായിരുന്നു അവസ്ഥ. പക്ഷേ GST വന്നത് മുതൽ ഈ പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് പിരിക്കുന്നത് കുറേ GSTയിലേക്ക് കയറി, കുറേ GSTയിൽ കയറാതെ സംസ്ഥാനങ്ങളുടെ തന്നെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതേപ്പറ്റി ഒരുപാട് പേർക്കും വലിയ ധാരണ ഇല്ല എന്ന് പലപ്പോഴും അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട്. അപ്പം അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ എങ്ങനെയാണ് GSTയിലേക്ക് കയറിയ നികുതികളുടെ പങ്കിടൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്ന് ഒന്ന് നോക്കാം. അതായത് GSTയിലേക്ക്, അതായത് ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതാണ് GST. അപ്പോൾ ഈ GSTയിലേക്ക് ചേക്കേറിയ നികുതികൾ സമാഹരിക്കുന്നു. അങ്ങനെ സമാഹരിക്കുന്നത്, അതായത് GST ഓൺലൈൻ വഴിയാണ് ആ നികുതികളൊക്കെ സമാഹരിക്കുന്നത്. ആ നികുതി സമാഹരണത്തിന് വേണ്ടി ഓൺലൈൻ തയ്യാറാക്കിയത് മുഴുവനും ഇൻഫോസിസ് ആണ്. അങ്ങനെ ഇൻഫോസിസ് തയ്യാറാക്കി ടാക്സ് നെറ്റിലേക്ക് GSTയിൽ കയറിയ നികുതികളുടെ സമാഹരണം നടത്തുന്നു. അതിനുശേഷം അത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കിടുന്നു. 50-50 എന്ന രീതിയിൽ പങ്കിടാനാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ GST കൗൺസിൽ ഉണ്ടായിരുന്നു. ആ GST കൗൺസിൽ എല്ലാ സംസ്ഥാന ധനമന്ത്രിമാരും കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറിയും ഒക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് സംസ്ഥാനങ്ങൾക്ക് എത്ര, കേന്ദ്രത്തിന് എത്ര, എല്ലാ വശങ്ങളും വിശദീകരിച്ച് പഠിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു 50-50 എന്ന തീരുമാനം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് 50 കിട്ടിയാൽ പോരാ, 50യിൽ കൂടുതൽ കിട്ടണം, കാരണം ചെലവുകൾ കൂടുതൽ വഹിക്കേണ്ടത്, സംസ്ഥാനതല ചെലവുകൾ കൂടുതൽ വഹിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ് എന്ന് സംസ്ഥാനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ GST കൗൺസിലിൽ അവർ മുമ്പോട്ട് വെച്ച ഒരു അജണ്ട തന്നെ ഇത് 60:40, അതായത് 60% സംസ്ഥാനങ്ങൾക്കും 40% കേന്ദ്രത്തിനും എന്ന രീതിയിൽ മാറ്റണമെന്നുള്ളതായിരുന്നു. 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഈ GSTയുടെ കാര്യം തന്നെ ഇരിക്കട്ടെ, ഏകദേശം 50%-ഓളം നികുതികൾ ഇപ്പോഴും സംസ്ഥാനങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത് GSTയുടെ. അപ്പോൾ അത് 60:40 എന്നാക്കാൻ കേന്ദ്രം സമ്മതിക്കുകയില്ല. കാരണം കേന്ദ്രത്തിനും ചില റൈറ്റ്സ് ഉണ്ട്. റൈറ്റ്സ് എന്ന് വെച്ചാൽ ഡിഫൻസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം ചുമതലയിലുള്ള വലിയ ഒരു വകുപ്പാണ്. വളരെ ഏറ്റവും നിർണായകമായ ചെലവുകളുള്ള ഒരു വകുപ്പാണ്. രണ്ടാമത് ഫോറിൻ അഫയേഴ്സ്, അതും കേന്ദ്രത്തിൻ്റെ കയ്യിൽ മാത്രമുള്ള വകുപ്പാണ്. ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കേന്ദ്രത്തിന് മാത്രമുള്ളതാണ് എന്ന കാരണം കൊണ്ട് തന്നെ ഈ 60:40, അതായത് 40% കേന്ദ്രത്തിനും 60% സംസ്ഥാനങ്ങൾക്കും എന്ന് പറയുന്നത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ
അങ്ങനെ അംഗീകരിക്കാതിരുന്നാലും കേന്ദ്രത്തെ പഴി പറയാനും ഒക്കുമെന്ന് പറഞ്ഞുകൂടാ. കാരണം നമുക്കറിയാം ഇപ്പോഴും പരോക്ഷ നികുതികളിൽ 50% മാത്രമേ GSTയിലേക്ക് കയറിയിട്ടുള്ളൂ. ബാക്കി 50% സംസ്ഥാനങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ക്ലെയിം ചെയ്യുന്നത് അത്ര ശരിയാണോ എന്നുള്ളത് ആലോചിക്കേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ 16ാം ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ ഫോം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രവൃത്തി പദത്തിലെത്തുന്നത് 26-27 വർഷം മുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്നത് 15ാം ധനകാര്യ കമ്മീഷനാണ്. ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ആലോചന ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അത് സെൻട്രൽ പൂളിലേക്ക്, എന്താണ് ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ, എല്ലാ പ്രത്യക്ഷ നികുതികളും, പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളൊക്കെ, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ നികുതികളൊക്കെ പിരിച്ചെടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഈ പ്രത്യക്ഷ നികുതികളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ചെല്ലുന്നു. അതിൽ നിന്ന് എടുക്കുന്ന ആ സെൻട്രൽ പൂൾ, അതിനെയാണ് സെൻട്രൽ പൂൾ എന്ന്. വേറെ ചില കൊച്ചു നികുതികളുണ്ട് അതിലേക്ക് വരുന്നത്. ആ ഇതെല്ലാം കൂടി ചേരുന്നതാണ് സെൻട്രൽ പൂൾ. ആ സെൻട്രൽ പൂളിൽ നിന്ന് എത്ര ഭാഗം, അതിൻ്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി താഴേക്ക്, വെർട്ടിക്കലായിട്ട് താഴേക്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ട് സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കലായിട്ട് എന്തുമാത്രം കൊടുക്കുന്നു, അത് ഹൊറിസോണ്ടലായിട്ട് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഫിനാൻസ് കമ്മീഷൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഇതിനൊക്കെ നോംസ് ഉണ്ടെന്ന് മാത്രമല്ല, വെയിറ്റേജ്, ഓരോ നോമിനും ഇത്ര വെയിറ്റേജ് എന്ന രീതിയിലുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ആദ്യ കാലഘട്ടം മുതൽ ഈ സെൻട്രൽ പൂളിൽ നിന്ന് 29% താഴേക്ക്, അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ സംസ്ഥാനങ്ങൾക്കായി കൊടുത്തിരുന്നത് ഒരു പരിധി കാലഘട്ടം വരെ. അതിനുശേഷം അത് 30%, 31% ഒക്കെ ആയിട്ട് 32% വരെ ആയിട്ട് ഉയർന്ന കാലഘട്ടങ്ങളുണ്ട്. അവസാനം 13ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ അത് 32% 14ാം ധനകാര്യ കമ്മീഷൻ തൊട്ടാണ് അതിലൊരു വലിയ മാറ്റം വന്നത്. അതായത് 13ാം ധനകാര്യ കമ്മീഷൻ ഇത് 32% ഫിക്സ് ചെയ്ത് വെർട്ടിക്കൽ റെവല്യൂഷൻ നടത്തി. അത് പിന്നെ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി, ഇന്നത്തെ പ്രധാനമന്ത്രി, അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു ഇത് 32% പോരാ, 50% ആക്കണമെന്ന്. അപ്പോൾ ഇത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു YV റെഡ്ഡി. ഈ YV റെഡ്ഡി 14ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നു. അങ്ങനെ 14ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് YV റെഡ്ഡി വന്നപ്പോൾ, യാദൃച്ഛികം എന്ന് പറയട്ടെ, ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുന്നു. അപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് സെൻട്രൽ പൂളിൽ നിന്ന് 50% താഴേക്ക് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം, സംസ്ഥാനങ്ങളാണ് എന്താ പറയുക വിഭവ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെയധികം ആക്രോശിച്ച കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് YV റെഡ്ഡി 14ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് 41% വർദ്ധിപ്പിക്കുന്നു. ഈ 32% നിന്ന് ഒറ്റയടിക്ക് സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കേണ്ടത് 41% ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പ്രധാനമന്ത്രിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞതാണ് ഇത് 50% വർദ്ധിപ്പിക്കണമെന്ന്. പക്ഷേ ഇദ്ദേഹം പ്രധാനമന്ത്രിയായി ആ പദവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദഹിച്ചില്ല. 41% ഈ സെൻട്രൽ പൂളിൽ നിന്ന് താഴേക്ക് കൊടുക്കേണ്ടത് വർദ്ധിപ്പിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹവും നീതി ആയോഗിൻ്റെ സിഇഒയും, പിൽക്കാലത്ത് ആ സിഇഒ തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ സിഇഒയെയും കൂട്ടി അദ്ദേഹം വന്നു, YV റെഡ്ഡിയെ കണ്ടു. YV റെഡ്ഡിയോട് പറഞ്ഞു ഇത് 41% ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കരുത്, അത് 32 നിന്ന് 33 ഒക്കെ ആക്കിക്കോളൂ, വിരോധമില്ല, പക്ഷേ 41 ആക്കരുത്.
അത് കേന്ദ്രത്തെ പ്രതിസന്ധിയിലാക്കും എന്ന് പറഞ്ഞു. പക്ഷെ YV റെഡ്ഡി അപ്പോൾ ഈ പഴയ കഥ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇത് 50% റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫിനാൻസ് കമ്മീഷനെ ശകാരിച്ച കാര്യമൊക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് YV റെഡ്ഡി അദ്ദേഹത്തിന് പ്രധാനമന്ത്രിമാരെ ഭയക്കേണ്ട ആവശ്യമില്ല, അത്ര പ്രഗത്ഭനായൊരു റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഈ 41% നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കാരണം സംസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ വിഭവ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമാണ് അവർക്ക് ഈ 41% താഴേക്ക് കൊടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നു. അങ്ങനെയാണ് 41% എത്തിയത്. ഇപ്പോൾ അത് പറയാനുണ്ടായ കാരണം ഈ 41% എന്നത് 40% 16ാം ധനകാര്യ കമ്മീഷൻ കുറയ്ക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടെടുത്ത് പുതിയ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ കൊണ്ട് അത് നടപ്പിലാക്കിയിരിക്കുന്നു. അതായത് പൂർണ്ണമായിട്ടില്ല, 41% നിന്ന് 40%-ലേക്കെങ്കിലും അത് താഴേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ഉണ്ടായിക്കാണും. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ആരെയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാക്കി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? പനഗാരിയ ആരായിരുന്നു? ഒന്നാം BJP ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ CEO ആയിരുന്നു പനഗാരിയ. പക്ഷെ അദ്ദേഹത്തിന്റെ കാലം പൂർത്തിയാകുന്നതിന് മുമ്പേ തിരിച്ച് അമേരിക്കയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ലവണത്തിലേക്ക് പോയി. ഇപ്പൊ അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും വന്ന് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആവുകയാണ്. ഒരു പക്ഷേ തനിക്ക് പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം അദ്ദേഹം വന്നിരിക്കുന്നത്. ഏതായാലും ഇത് 41 നിന്ന് 40ലേക്ക് കുറയ്ക്കുന്നു എന്ന് വരികിൽ തീർച്ചയായും സംസ്ഥാനങ്ങളുടെ ശക്തമായ പ്രതിഷേധം പ്രധാനമന്ത്രിയും അതുപോലെ ഫിനാൻസ് കമ്മീഷനും ഏറ്റുവാങ്ങേണ്ടി വരും. അത് മാത്രവുമല്ല, അതൊരു വലിയ അടിയായി തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കാണേണ്ടിയും വരും. അപ്പോൾ ഈ 14ാം ധനകാര്യ കമ്മീഷൻ അങ്ങനെ 41 വെച്ചു. 15ാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 14ഉം 15ഉം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഫിനാൻസ് കമ്മീഷനെ വകഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ വിതരണം, അതായത് ഡെവല്യൂഷൻ സമ്പ്രദായം കൊണ്ടുവന്നു എന്നത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി എന്തു ചെയ്തു? നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ധനവകുപ്പുമായി അതായത് ഫിനാൻസ് കമ്മീഷൻ ധനകമ്മീഷനല്ല, ധനവകുപ്പ്, ധനമന്ത്രി ഒത്തുചേർന്ന് പിന്നെ പകിട കളിക്കുകയായിരുന്നു. എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയത്? എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കുറയ്ക്കാൻ അവരെ സമ്മർദ്ദത്തിലാക്കിയത്? ഒന്നാമത് തന്നെ സെസ്, സർചാർജ്, ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ നികുതിക്കുമേൽ നികുതിയാണ്. സെസ് എന്ന് പറയുന്നത് നികുതിക്കുമേൽ നികുതിയാണ്, സർചാർജ് എന്ന് പറയുന്നതും നികുതിക്കുമേൽ നികുതിയാണ്. ഈ 2 തരം നികുതികളും വർദ്ധിപ്പിക്കാന്ന് വെച്ചാൽ ഇത് രണ്ടും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സെസ്സും സർചാർജും ഈടാക്കാൻ പറ്റും. പക്ഷെ കേന്ദ്രം സെസ്സും സർചാർജും ഈടാക്കുകയാണെങ്കിൽ അത് രണ്ടും സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല. അപ്പൊ പങ്കിടേണ്ടതില്ലാത്ത ഈ സെസ്സും സർചാർജും വലിയ തോതിൽ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും കൂടി വർദ്ധിപ്പിച്ചു എന്ന് മാത്രവുമല്ല, അപ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നികുതിയുടെ മേൽ നികുതിയാണല്ലോ സെസ് എന്നും സർചാർജ് എന്നും പറയണത്. ഇതെല്ലാം വീഴുന്ന, ഇതിൻ്റെ എല്ലാം പ്രഹരം ഏറ്റുവാങ്ങേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സെസ്, സർചാർജ്, നികുതി ഇവയൊക്കെ ഈടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഉയർന്ന ലെവലിൽ സെസ്സും സർചാർജും ഈടാക്കാമെന്ന് സംസ്ഥാനം വിചാരിച്ചാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. ജനങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റുകളെയാണ്, കേന്ദ്ര ഗവൺമെന്റിനെയല്ല. അപ്പം അങ്ങനെ സത്യത്തിൽ 18% എത്തി. അതായത് UPA ഗവൺമെന്റിന്റെ ഒക്കെ കാലത്ത് സെസ്സും സർചാർജും കുറേശ്ശെ വളരെ നേരിയ തോതിൽ പല മേഖലകളിലും ചെലുത്തി. അങ്ങനെ അത് 18% എത്തി നിൽക്കുകയായിരുന്നു. അതായത് സെൻട്രൽ പൂളിലേക്ക് വരുന്ന ആകെ വരുമാനത്തിന്റെ 18% എത്തി നിൽക്കുകയായിരുന്നു സെസ്സും സർചാർജും. അത് 2017-18 മുതൽ 23 വരെയുള്ള കാലഘട്ടം കൊണ്ട് 133%
വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദി ഗവൺമെൻറ്. അപ്പം ആ തരത്തിൽ സമ്മർദ്ദം ചെലുത്തി. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് സെസ്സോ സർചാർജോ നികുതി തന്നെയോ ചെലുത്തുവാനുള്ള സാധ്യതകൾ കുറച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ കേന്ദ്ര ഗവൺമെൻറ്റാണ് ധനകാര്യായെ കമ്മീഷൻ ചെയർമാനായി 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അവരോധിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളെ വീണ്ടും പ്രതിരോധത്തിലാക്കാം, കേന്ദ്രത്തിലേക്ക് കൂടുതൽ വാരിക്കൂട്ടാം എന്ന ചിന്തയോടു കൂടിയാണ് ഈ ധനകാര്യ കമ്മീഷനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 41% നിന്ന് 40% വെട്ടിക്കുറവ് വരുത്തുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിന് സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി സെസ്സും സർചാർജും ഉയർത്തി മാത്രമല്ല സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയത്, അതോടൊപ്പം തന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഉണ്ട്. അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ പങ്കിടുന്ന പദ്ധതികൾ. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി 90:10 അതായത് 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും. അതിനകത്ത് ഒരു വെട്ടിത്തിരുത്തലും വരുത്തിയില്ല. പക്ഷേ മറ്റ് ഒട്ടുമിക്ക സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുകളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ കുറച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഷെയർ വർദ്ധിപ്പിച്ചു. അങ്ങനെയും സംസ്ഥാനങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കിയ ഭരണചക്രമാണ് 2014-15 മുതൽ നാളിതുവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുക വഴി കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആവഹിച്ചെടുക്കുക. അങ്ങനെ ആവഹിച്ചെടുക്കുന്ന ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുന്ന നികുതികളാണ്. എല്ലാം ആവഹിച്ചെടുക്കുന്നു എന്ന് നികുതിയാണെങ്കിലും നികുതിയേതര വരുമാനമാണെങ്കിലും ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒക്കെയാണ് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ പിരിച്ചെടുക്കുന്ന ഫണ്ട് കൂടുതൽ കേന്ദ്രത്തിലെത്തുകയും കുറവ് മാത്രം സംസ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരത് ചോദിക്കുമ്പോൾ അതിലവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലതാനും. കാരണം സംസ്ഥാനങ്ങൾ വളരുമ്പോഴാണ് ഇന്ത്യ വളരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ തോതിൽ എന്താ പറയുക ഹൈവേസ്, നാഷണൽ ഹൈവേസും അതുപോലെയുള്ള എയർപോർട്ടുകൾ, പോർട്ടുകൾ ഇതെല്ലാം വികസിപ്പിച്ചു കൊണ്ടുവരണം. പക്ഷെ അതൊക്കെ ഇപ്പോൾ സ്വകാര്യ പാർട്ടികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദാനിയാണ് എല്ലാ പോർട്ടുകളും കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. എത്തിയിട്ടില്ല, ആ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ തരത്തിലുള്ള ഒരു ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ശരിക്ക് ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾസിന്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആ ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾസിന് അകത്ത് നിന്ന് അതിനനുസൃതമായാണ് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്ന പോളിസി വഴിയായിട്ട് സംസ്ഥാനങ്ങളെ കൂടുതൽ ധനപ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല.